പോയാലും മലയാളികൾ, എവിടെ പോയാലും മലയാളി. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ശനി ഞായറും കിട്ടിയിട്ട് തെണ്ടി തിരിയാതിരിക്കണത് എങ്ങനെയാലേ? നമുക്ക് പ്രോപ്പർ പ്ലാൻ ഒന്നും ബ്ലോക്ക് കിട്ടിയത് ഞാൻ വരച്ച ഡ്രോയിങ്സ് അല്ല, ഞാൻ തന്നെ ആസ്വദിക്കാനുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൂസുവിൻ്റെ, അതായത് എൻ്റെ പട്ടിക്കുട്ടിയുടെ രോമം എൻ്റെ പാൻറ്റിൽ നിന്ന് കിട്ടണത്. എൻ്റെ സൂസുവിൻ്റെ രോമം കിട്ടിയത് ഓട്ടോയിൽ ബ്ലോക്ക് കിട്ടി കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു സംഭവം കണ്ടു. അടിപൊളിയല്ലേ? ഓട്ടോയ്ക്ക് പൈസ കൊടുത്ത് നമ്മൾ ചർച്ച് സ്ട്രീറ്റിലേക്ക് പോകാൻ കേട്ടോ. എവിടെ വരെ എത്ര നേരം എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ചർച്ച് സ്ട്രീറ്റിലെത്തിയതും എന്തോ ഒരു എക്സിബിഷൻ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. എന്ത് എക്സിബിഷനാണെന്ന് നമുക്കൊന്നും അറിയില്ലെങ്കിലും കയറി നിന്ന് കണ്ടില്ലെങ്കിൽ അതൊരു മനസ്സമാധാനക്കേടല്ലേ. എന്തോ കോഫി ഒക്കെ കുടിച്ച്, അത് ട്രയലായിരുന്നു കേട്ടോ. ആ കോഫി എല്ലാം കുടിച്ച് നമ്മൾ തേരാപ്പാര അങ്ങ് കുറേ നടന്നു. സംഭവം ഒരു ആസ്തറ്റിക് വൈബ് ആണെങ്കിലും ഫ്രീ ആയിട്ട് എന്ത് കിട്ടിയാലും മേടിച്ച് കഴിക്കണത് അത് നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. അവിടെ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നേരെ ഒരു മലയാളി ഹോട്ടലുണ്ട്. ഹോട്ടലൊന്നും പറയാൻ പറ്റില്ല, ഒരു കഫേ, ഒരു കുഞ്ഞു കഫേ. പക്ഷെ ഭയങ്കര തിരക്കായിരിക്കും ഈ നേരത്തൊക്കെ പോയി കഴിഞ്ഞാൽ. അവിടെ നിന്ന് ഒരു കാപ്പിയും ചായയും ഒരു കടിയൊക്കെ കഴിച്ച് അങ്ങനെ അതൊക്കെ കഴിച്ച് വീണ്ടും ആ സ്ട്രീറ്റിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അങ്ങനെ വാങ്ങാനുള്ളതും കാണാനുള്ളതൊക്കെ എൻജോയ് ചെയ്ത് കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ പോയത് ഈ ചോക്ലേറ്റ് സ്ട്രോബെറിയുടെ ട്രെൻഡിങ് കഴിഞ്ഞോന്ന് അറിയില്ല കേട്ടോ. എന്നാലും ഞങ്ങൾ ട്രൈ ചെയ്തു, കൊള്ളായിരുന്നു സംഭവം. അങ്ങനെ അതും കഴിച്ച് കയ്യിൽ പിടിച്ച് നടന്ന് വീണ്ടും ആ സ്ട്രീറ്റിൽ കൂടെ അങ്ങനെ അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. കുറേ കാഴ്ചകളെന്ന് പറയുന്നത് കുറേ സ്ട്രീറ്റ് ഷോപ്പിംഗ് കുറേ ഉള്ളൊരു ഏരിയയാണ് ഈ ചർച്ച് സ്ട്രീറ്റ് ആയാലും ഈ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ആയാലുള്ള പറയാനുള്ള കാര്യം. ചേട്ടൻ വരയ്ക്കണുണ്ട്. പേപ്പർ ഫോട്ടോഷൂട്ട് ബൂത്ത് എന്ന് പറഞ്ഞ സാധനം കേട്ടത്. ആലും മലയാളികൾ, എവിടെ പോയാലും മലയാളികൾ. ഇവിടെ ഞാനൊരു ഒരു ഹിന്ദി സംസാരിക്കണതിൽ കൂടുതൽ, ഹിന്ദി അല്ല തെലുങ്കല്ലേ, തെലുങ്കോ കന്നഡയോ സംസാരിക്കുന്നതിൻ്റെ കൂടുതൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് മലയാളമാണ്. ഇപ്പോഴും കേൾക്കുന്നത് മലയാളമല്ലേ? എനിക്കൊരു തോന്നിയൊരു കാര്യം പറയട്ടെ, കമ്മലിൻ്റെ ഒരു മഹാസാഗരം എന്നൊക്കെ പറയാലോ. അവിടെ എവിടെയും പോയാലും കമ്മൽ കാണാം. അത് ഇഷ്ടം പോലെ കളക്ഷൻസും ഉണ്ട്. അങ്ങനെ ചർച്ച് സ്ട്രീറ്റിൽ കുറച്ച് നേരം ടൈം സ്പെൻഡ്, കുറച്ച് നേരം നല്ലൊരു 2 മണിക്കൂർ അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നെക്സ്റ്റ് പോകാൻ പോണതാണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക്. അതിനായിട്ട് ഓട്ടോ ബുക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ കാഴ്ച കണ്ടത്. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ എത്തിയത് ഫസ്റ്റ് കണ്ടത് കാര്യമാണ് ഇത്. പട്ടികുട്ടികൾ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, അതും ഗോൾഡൻ റിട്രീവർ. എന്നിട്ട് പോയത് എവിടെയാണെന്നറിയോ? മേരീസ് ബെസിലിക്ക എന്ന് പറഞ്ഞൊരു ചർച്ചയ്ക്കാണ് പോയത്. അവിടെ ഞങ്ങൾ മെഴുകുതിരിയൊക്കെ മേടിച്ച് കത്തിച്ച് കുറച്ച് നേരം അവിടെ പ്രാർത്ഥിച്ച് അവിടെ അങ്ങനെ കുറച്ച് നേരം ഇരുന്നു. എനിക്കിങ്ങനെ ഈ മെഴുകുതിരി മേടിച്ച് കത്തിച്ച് പ്രാർത്ഥിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം.